ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവിനെ കുറിച്ചാണ്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഹൗ മച്ച് എനർജി ഈസ് റിഫ്ലക്റ്റഡ് ബൈ എ സർഫസ് വെൻ കമ്പയർഡ് ടു ദി ഇൻസിഡൻറ്റ് എനർജി അപ്പോൺ ഇറ്റ്. അപ്പോൾ ഇൻസിഡൻറ്റ് എനർജിയിൽ എത്ര കണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എ പെർട്ടിക്കുലർ വേവ് ലെങ്ത്, അതിനാണ് എന്താ പറയുന്നത്, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലായിട്ട് നമ്മളെങ്ങനെ എഴുതുന്നത്, ഇറ്റ് ഈസ് എനർജി റിഫ്ലക്റ്റഡ് ഫോർ എ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ടു എനർജി ഇൻസിഡൻറ്റ് അപ്പോൺ ഇറ്റ് ഇൻ എ particular wavelength. This is called a spectral reflectance. അപ്പോൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫ് ഷോയിങ് ദിസ് റിഫ്ലക്റ്റൻസ് ആസ് എ ഫങ്ഷൻ ഓഫ് വേവ് ലെങ്ത്. ഇറ്റ് ഈസ് കോൾഡ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവും അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. ദാറ്റ് ഈസ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഫോർ വെജിറ്റേഷൻ, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഫോർ സോയിൽ ആൻഡ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഫോർ വാട്ടർ. ഈ 3 സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വി ക്യാൻ സ്റ്റഡി സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഫോർ വെജിറ്റേഷൻ. ദ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഫോർ ഹെൽത്തി ഗ്രീൻ വെജിറ്റേഷൻ എക്സിബിറ്റ് peak and valley configuration. The peak indicate strong reflection and valley indicate predominant absorption of the energy in the corresponding wavelength. അപ്പോൾ നമ്മൾ ഒരു ഹെൽത്തി വെജിറ്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് വരുന്നത്, ദാറ്റ് ഈസ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് വരുന്നത് ഒരു പീക്ക് ആൻഡ് വാലി മോഡലാണ്. ദാറ്റ് ഈസ് പീക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂടുതൽ റിഫ്ലക്റ്റൻസ് ഉണ്ട്, വാലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ അബ്സോർപ്ഷനാണ് കൂടുതൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് വരുന്നത്, അവിടെ വരുന്ന സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് വരുന്നത്. ദ അബ്സോർപ്ഷൻ ഗ്രേറ്റ്ലി റെഡ്യൂസസ് ആൻഡ് റിഫ്ലക്ഷൻ ഇൻക്രീസസ് ഇൻ റെഡ് ഓർ ഇൻഫ്രാറെഡ് ബൗണ്ടറി നിയർ 0.7 മൈക്രോമീറ്റർ. ദ റിഫ്ലക്റ്റൻസ് ഈസ് നിയർലി കോൺസ്റ്റൻറ്റ് ഫ്രം 0.7 to 1.3 micrometer and then decreases for the longer wavelengths. The spectral reflectance of vegetation depend upon the structures of the plant leaves. അപ്പോൾ ഒരു ഹെൽത്തി വെജിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റൻസ് വരുന്നത് ഇറ്റ് ഈസ് ഫ്രം 0.7 to 1.3 മൈക്രോമീറ്ററിനാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹൈലി റിഫ്ലക്റ്റഡ് ഇൻ നിയർ ഇൻഫ്രാറെഡ് റീജിയൻസ്. റെഡ് ഓർ നിയർ ഇൻഫ്രാറെഡ് റീജിയൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റൻസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് റെസ്പോൺസ് ഇറ്റ് ഈസ് വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്ട്രക്ചർ ഓഫ് ദി പ്ലാന്റ് ലീവ്സ്. ഇനി ഒരു ലീഫിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ക്രോസ് സെക്ഷൻ സ്ട്രക്ചറാണ്, ഡിഫറെൻറ്റ് സെൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റെസ്പോൺസ് ഫ്രം green healthy vegetation is at green visible and near infrared wavelengths. Infrared radiation penetrate the leaf as far as the mesophyll cells were it reflected by. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതാണ്, മെസോഫിൽ സെൽസിലാണ്. മെസോഫിൽ സെൽസാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. Green light is reflected back by chlorophyll pigment within the chloroplast in the palisade cell. പാലിസേഡ് സെൽസിലുള്ള ക്ലോറോഫിൽ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലീഫൊക്കെ ഗ്രീനായിട്ട്, ഒരു ഹെൽത്തി ലീഫൊക്കെ നമ്മൾ ഗ്രീനായിട്ട് കാണുന്നത്. ആൻഡ് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് ആർ അബ്സോർബ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ ദി ഫോട്ടോസിന്തസിസ് ബൈ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഇൻ ദി പാലിസേഡ് സെൽസ്. ഈ ബ്ലൂവും റെഡ് ലൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലോറോഫിൽ സെൽസ് അബ്സോർബ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വെജിറ്റേഷനൊക്കെ ഒരു ഹെൽത്തി ലീഫൊക്കെ ഒരു പച്ച കളറിൽ കാണാൻ കാരണം എന്ന് പറഞ്ഞാൽ
ക്ലോറോഫിൽ സെൽസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഏത് ബാൻഡിലാണ്? ഗ്രീൻ ബാൻഡിലാണ്. വിസിബിൾ സ്പെക്ട്രത്തിലെ ഗ്രീൻ ബാൻഡിലാണ് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പച്ച കളറിൽ കാണുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻസ് നടക്കുന്ന ഏത് റേഞ്ചിലാണ്? ഇറ്റ് ഈസ് 0.7 to 1.3 മൈക്രോമീറ്റർ വേവ് ലെങ്ത്തിലാണ്. ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് ഓർ നിയർ ഇൻഫ്രാറെഡ് റീച്ചിലാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻസ് നടക്കുന്നത്. പക്ഷേ ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. ഇൻഫ്രാറെഡ് റേസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി അതിൻ്റെ റിഫ്ലക്റ്റൻസ് കർവാണ് ഇവിടെ കാണിച്ചിട്ട്. റിഫ്ലക്റ്റൻസ് കർവിൽ ഗ്രാഫ് ഷോ ചെയ്യുന്നത് വൈ ആക്സിസ് കാണിക്കുന്നത് പെർസെൻറ്റേജ് റിഫ്ലക്റ്റൻസും എക്സ് ആക്സിസ് കാണിക്കുന്നത് ഇറ്റ് ഈസ് വേവ് ലെങ്ത്തുമാണ്. വേവ് ലെങ്ത്തും റിഫ്ലക്റ്റൻസും ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0.7 കഴിഞ്ഞിട്ട് ഒരു ഡ്രാസ്റ്റിക് ഇൻക്രീസാണ്, പെട്ടെന്നുള്ളൊരു ഇൻക്രീസാണ് കാണുന്നത്. എല്ലാ ടൈപ്പ് വെജിറ്റേഷനിലും ഈ ഒരു ഇൻക്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 60% എബൌട്ടായിട്ട് എന്ത് വരുന്നുണ്ട്? 0.7 കഴിഞ്ഞിട്ട് ഒരു 1.3 മൈക്രോമീറ്റർ വരെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്രാഫൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഗ്രാഫ് സാധാരണ വരയ്ക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വാലി ആൻഡ് പീക്ക് കർവാണ്. ബ്ലൂവിൽ അബ്സോർപ്ഷനാണ് നടക്കുന്നത്, ഗ്രീനിൽ കുറച്ച് റിഫ്ലക്ഷൻ നടക്കും, പിന്നെ റെഡിലെത്തുമ്പോൾ അബ്സോർപ്ഷനാണ് നടക്കുന്നത്. പിന്നെ 0.7 കഴിഞ്ഞിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇൻക്രീസാണ്. ദാറ്റ് ഈസ് നിയർ ഇൻഫ്രാറെഡ് റീജിയനിൽ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇൻ ദി റിഫ്ലെക്റ്റഡ് infrared portion or near infrared of the spectrum at 0.7 micrometer, the reflectance of the healthy vegetation increases dramatically. In the range from 0.7 to 1.3 micrometer, a plant leaf reflects about 50% of the energy incident upon it. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എവിടെയാണ്? 0.7 to 1.3 ആണ്. ഒരു 50% എബോവിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റിഫ്ലക്റ്റൻസ് നടക്കുന്നുണ്ട്. ദ ഇൻഫ്രാറെഡ് റേഡിയേഷൻ പെനിട്രേറ്റ്സ് ദി പാലിസേഡ് സെൽസ് ആൻഡ് റീച്ചസ് ദി ഇറഗുലർ പാക്ഡ് മെസോഫിൽ സെൽസ് വിച്ച് മേക്കപ്പ് ദ ബോഡി ഓഫ് ദി സെൽ. മെസോഫിൽ സെൽസ് റിഫ്ലെക്ട്സ് almost 60% of the near infrared radiation reaching the layer. Most of the remaining energy is transmitted since the absorption in the spectral region is minimal. Healthy vegetation therefore shows brighter response in the near infrared region compared to the green region. As the leaf structure is highly variable between plant species, reflectance measurement in this range often permits the discrimination between species even if they look like. അപ്പോൾ ഇൻഫ്രാറെഡ് റീജിയനിലാണ് മെസോഫിൽ സെൽസ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ റിഫ്ലക്റ്റൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിയർ ഇൻഫ്രാറെഡ് റീജിയനിൽ നമ്മൾ റിമോട്ട് സെൻസ് ചെയ്താൽ അവിടെ കിട്ടുന്ന ഇമേജ് എന്താണ്? ഇറ്റ് വിൽ ബി എ ബ്രൈറ്റർ ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ലീഫ് സ്ട്രക്ചർ ഓരോ സ്പീഷീസിനും എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്പീഷീസിനും ലീഫ് സ്ട്രക്ചർ വേരി ചെയ്യുന്നത് കൊണ്ട് അതിൽ വരുന്ന റിഫ്ലക്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ റിഫ്ലക്റ്റൻസ് വേരിയേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സ്പീഷീസിനെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ സ്പീഷീസിനെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. If a plant is subjected to some form of stress that interrupts its normal growth and productivity, it may decrease or cease chlorophyll production. The result is less absorption in the blue and red bands in the palisade. Hence, red and blue bands also get reflected along with the green band, giving yellow or brown color to the stressed vegetation. ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഏജ് കൂടിയായിട്ടുള്ള വെജിറ്റേഷന് നമ്മൾ ലീവ്സൊക്കെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ കളർ കാണാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ക്ലോറോഫിൽ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ക്ലോറോഫിൽ പ്രൊഡക്ഷൻ കുറവാന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ റെഡും അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല?
കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല, അത് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, അബ്സോർബ് ചെയ്യാതെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഗ്രീൻ ലൈറ്റിൻ്റെ കൂടെ റെഡും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഒരു യെല്ലോ ബ്രൗൺ കളറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൾസോ ഇൻ ദ സ്ട്രെസ്ഡ് വെജിറ്റേഷൻ നിയർ ഇൻഫ്രാറെഡ് ബാൻഡ്സ് ആർ നോ ലോങ്ങർ റിഫ്ലക്റ്റഡ് ബൈ മെസോഫിൽസ്. Instead, they are absorbed by the stressed or dead cells causing dark tone in the image. അപ്പോൾ അതുപോലെ തന്നെ സ്ട്രെസ്ഡ് വെജിറ്റേഷൻ ആണെങ്കിൽ നിയർ ഇൻഫ്രാറെഡ് ബാൻഡിൽ എന്താണ് നമുക്ക് കാണുന്നത്, ഒരു ഡാർക്ക് ടോണാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവിടെ റിഫ്ലക്ഷൻ അല്ല കൂടുതൽ നടക്കുന്നത്, അവിടെ നടക്കുന്നത് കൂടുതൽ അബ്സോർപ്ഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഹെൽത്തി വെജിറ്റേഷൻ ആണെങ്കിൽ ഈ 0.7 ദാറ്റ് ഈസ് 0.7 to 1.3 വരെ എന്താണ് നല്ല റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ സ്ട്രെസ്ഡ് ആയിട്ടുള്ള വെജിറ്റേഷൻ എന്താണ്, റിഫ്ലക്ഷൻ കുറവാണ്, അവിടെ കൂടുതൽ അബ്സോർപ്ഷനാണ് നടക്കുന്നത്. ഇനി വെജിറ്റേഷൻ്റെ ഏറ്റവും ഫുള്ളായിട്ടുള്ള റിഫ്ലക്റ്റൻസ് കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ കാണിച്ചിട്ടുള്ളത് പോർഷൻ ആണ്, ഈ ഒരു പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഫുൾ കാണിച്ചിട്ടുണ്ട്, ഫുൾ വേവ് ലെങ്ത്തിൽ 2.2, അതിന് കൂടുതലായിട്ടുള്ള വേവ് ലെങ്ത്തിനും ഉള്ള ഹയർ വേവ് ലെങ്ത്തിലുള്ള റിഫ്ലക്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയാണ് 0.7 വരുന്നത്. 0.7 കഴിഞ്ഞിട്ട് 1.3 വരെ കോൺസ്റ്റൻറ്റ് റിഫ്ലക്റ്റൻസ് ആണ്, പിന്നെ കുറഞ്ഞാണ് എന്ത് വരുന്നത്, റിഫ്ലക്റ്റൻസ് വരുന്നത്. അപ്പോൾ ഗ്രാഫൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡിപ്സ് ഇൻ റിഫ്ലക്റ്റൻസ് occur in 1.4, 1.9, 2.7 മൈക്രോമീറ്റർ. ഈ 1.7, 1.4, 2.7 വരുന്ന ഡിപ്പ്, ദാറ്റ് ഈസ് റിഫ്ലക്റ്റൻസിൽ വരുന്ന കുറവ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി സ്ട്രോങ്ലി അബ്സോർപ്ഷൻ ഓഫ് എനർജി അറ്റ് ദിസ് വേവ് ലെങ്ത്. ആ വേവ് ലെങ്ത്തിൽ എന്ത് വരുന്നത്, ലീഫിലുള്ള വാട്ടർ കൂടുതലായിട്ട് ആ വേവ് ലെങ്ത്തിലുള്ള എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് റിഫ്ലക്റ്റൻസ് കുറവായിട്ട് കാണാൻ കാരണം. സോ അത് വേവ് ലെങ്ത് ഇൻ ദിസ് സ്പെക്ട്രൽ റീജിയൻസ് ആർ referred as water absorption bands. Similar to the reflection and absorption, transmittance of the electromagnetic radiation by the vegetation also varies with the wavelength. ഇനി റിഫ്ലക്ഷനും അബ്സോർപ്ഷനും പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റൻസും ഈ വേവ് ലെങ്ത്തിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിറ്റൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് ലെസ് ഇൻ വിസിബിൾ റീജിയൻ ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ഇൻ ദി ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പോൾ ഏറ്റവും കുറവ് എവിടെയാണ്, വിസിബിൾ റീജിയനിൽ ട്രാൻസ്മിറ്റൻസ് കുറവാണ്, ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ഇൻ ദി ഇൻഫ്രാറെഡ് റീജിയൻ. ഇൻഫ്രാറെഡ് റീജിയനിൽ ട്രാൻസ്മിറ്റൻസ് കൂടുതലാണ്. Vegetation canopies generally displays a layered structure, therefore the energy transmitted by one layer is available for reflection or absorption by the layer below it. അപ്പോൾ കനോപ്പീസ് ഒക്കെ എന്താ വരുന്നത്, ലെയർഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്തത് ബാക്കിയുള്ള താഴെയുള്ള ലെയർ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ഡ്യൂ ടു ദിസ് മൾട്ടി ലെയർ റിഫ്ലക്റ്റൻസ്, ടോട്ടൽ ഇൻഫ്രാറെഡ് റിഫ്ലക്ഷൻ ഫ്രം thicker canopies will be more compared to canopy cover. From the reflectance near infrared, the density of the vegetation canopy can thus be interpreted. അപ്പോൾ നമ്മൾ തിക്കർ കനോപ്പീസും തിൻ കനോപ്പീസും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു നിയർ ഇൻഫ്രാറെഡ് റേഡിയേഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, റിമോട്ട് സെൻസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, തിക്കർ കനോപ്പി ആണെങ്കിൽ നമുക്ക് ബ്രൈറ്റർ ഇമേജ് കിട്ടും, റിഫ്ലക്റ്റൻസ് കൂടുതലായിരിക്കും നിയർ ഇൻഫ്രാറെഡ് റീജിയനിൽ. തിന്നർ കനോപ്പീസ് ആണെങ്കിൽ അവിടെ റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും, അപ്പോൾ നമുക്കൊരു ഡാർക്ക് ടോണാണ് കിട്ടുന്നുണ്ടാവാം. ആസ് ദ റിഫ്ലക്റ്റൻസ് ഇൻ ദി ഇൻഫ്രാറെഡ് ബാൻഡ്സ് ഓഫ് ദി electromagnetic radiation spectrum varies with the leaf structure and the canopy density, measurements in the infrared region can be used to discriminate tree or vegetation species. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷനെ നമുക്ക് റിമോട്ട് സെൻസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ വെജിറ്റേഷൻ സ്പീഷീസ് ആൻഡ് ട്രീ. ഫോർ എക്സാമ്പിൾ, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് deciduous and coniferous trees may be similar in green band. However, the coniferous trees show higher reflection in near infrared bands and can be easily differentiated. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഡെസിഡസ് അതുപോലെ കോണിഫറസ് ട്രീസ് നമ്മൾ ഗ്രീൻ സ്പെക്ട്രത്തിൽ എന്താണ്,
ഒരേപോലത്തുള്ള റിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. പക്ഷേ നിയർ ഇൻഫ്രാറെഡ് റീജിയനിൽ അതിൻ്റെ റിഫ്ലക്ഷന് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയർ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് റിമോട്ട് സെൻസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഡിസിഡിയസ് ട്രീസിനും അതുപോലെ തന്നെ കോണിഫസ് ട്രീസിനും നമുക്ക് വേർതിരിച്ച് നിയർ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് റിമോട്ട് സെൻസ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഗ്രീൻ റീജിയനിലൊക്കെ നമുക്ക് എന്താണ് ഒരേപോലത്തുള്ള റിഫ്ലക്റ്റൻസ് ആണ്. പക്ഷേ നിയർ ഇൻഫ്രാറെഡ് റേഡിയേഷനിൽ എന്താണ് ദർ ഇസ് ഡിഫറൻസ്. ഈ ഒരു ഡിഫറൻസ് റിഫ്ലക്റ്റൻസിന് എന്ത് വരുന്നുണ്ട്, കോണിഫറസ് ട്രീസും ഇതാണ് കോണിഫറസ്, ഇതാണ് ഡിസിഡിയസ്. അപ്പോൾ കോണിഫറസ് ട്രീസും ഡിസിഡിയസ് ട്രീസും എന്താ വരുന്നത്, റിഫ്ലക്റ്റൻസ് നല്ല വ്യത്യാസം വരുന്നുണ്ട് നിയർ ഇൻഫ്രാറെഡ് റീജിയനിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും, വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിലാണ്. സം ഓഫ് ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി സോയിൽ റിഫ്ലക്റ്റൻസ്. സോയിൽ റിഫ്ലക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. മോയ്സ്ചർ കണ്ടൻറ്റ്, സോയിൽ ടെക്സ്ചർ, സർഫസ് റഫ്നെസ്, പ്രസൻസ് ഓഫ് അയൺ ഓക്സൈഡ്, ഓർഗാനിക് മാറ്റർ കണ്ടൻറ്റ്. ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. These factors are complex, variable and interrelated. For example, the presence of moisture in soil decreases the reflectance. As with the vegetation, this affects the greatest in the water absorption band at 1.4, 1.9 and 2.7 micrometer. On the other hand, similar absorption characteristics are displayed by clay soil. Clay soils have hydrophile ion absorption bands at a 1.4 and 2.2 മൈക്രോമീറ്റർ. പക്ഷേ ഇതെന്താണ്, ഒരു കോംപ്ലക്സ് ആണ്. നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു അനാലിസിസ്. എന്താണ്, നമുക്ക് കോംപ്ലക്സ് ആയിട്ടാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മോയ്സ്റ്റ് സോയിൽ അതിൻ്റെ റിഫ്ലക്റ്റൻസ് എന്താണ്, 1.4, 1.9 ബാൻഡ്സിലൊക്കെ എന്തായിരിക്കും, കുറവാണ്, റിഫ്ലക്റ്റൻസ് കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ബാൻഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സ് ആണ്. വാട്ടർ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെജിറ്റേഷനിൽ എന്താണ്, ഈ സെയിം പ്രോസസ്സ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെജിറ്റേഷനിൽ ഈ വാട്ടറിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഈ ഒരു ബാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തിരിച്ചറിയാൻ എന്ത് ചെയ്യും, കുറച്ച് പ്രയാസം വരും. അപ്പോൾ ഒരു കോംപ്ലക്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. Soil moisture content is strongly related to the soil structure. For example, coarse sandy soils are usually well drained, resulting in low moisture content and relatively high reflectance. ഇനി സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടെക്സ്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. കോഴ്സ് സോയിലാണെങ്കിൽ, ദാറ്റ് ഈസ് സാൻഡി സോയിൽസൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകും. അപ്പോൾ അതിൽ റിഫ്ലക്റ്റൻസ് കൂടുതലായിരിക്കും. ഓൺ ദി അതർ ഹാൻഡ്, പോർലി ഡ്രെയിൻ ഫൈൻ ടെക്സ്ചേർഡ് സോയിൽസ് ജനറലി ഹാവ് ലോ റിഫ്ലക്റ്റൻസ്. അപ്പോൾ ഡ്രെയിനിങ് കുറവുള്ള, ദാറ്റ് ഈസ് ഫൈൻ ഗ്രെയിൻ സോയിൽസ് എന്താണ്, അതിൻ്റെ റിഫ്ലക്റ്റൻസ് വളരെ കുറവായിരിക്കും. In the absence of water, however, the soil itself exhibits the reverse tendency. Coarse textured soil appear darker than fine textured soil. അപ്പോൾ വാട്ടർ ഇല്ലെങ്കിൽ, ദാറ്റ് ഈസ് ഡ്രൈ സോയിലാണെങ്കിൽ കോഴ്സ് ടെക്സ്ചേർഡ് സോയിൽ ഡാർക്കർ ടോണിലാണ് കാണുന്നുണ്ടാവുക ദാൻ ദി ഫൈൻ ടെക്സ്ചേർഡ് സോയിൽ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വെക്കുക. പക്ഷെ വാട്ടർ ഉണ്ടെങ്കിൽ കോഴ്സ് ടെക്സ്ചേർഡ് സോയിൽ കുറച്ചുകൂടി റിഫ്ലക്റ്റൻസ് കൂടിയതായതുകൊണ്ട് ബ്രൈറ്റർ ടോണിലാണ് കാണുന്നുണ്ടാവുക ദാൻ ദി ഫൈൻ ടെക്സ്ചേർഡ് സോയിൽ. ഫൈൻ ടെക്സ്ചേർഡ് സോയിലിൽ മോയ്സ്ചർ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോയില്ല, റിഫ്ലക്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഡാർക്ക് ടോണിലാണ് മോയ്സ്ചറായിട്ടുള്ള ഫൈൻ ടെക്സ്ചേർഡ് സോയിൽ കാണുന്നുണ്ടാവുക. Two other factors that reduce the soil reflectance are surface roughness and content of the organic matter. Presence of iron oxide is an
in a soil also significantly decreases the reflectance. അയൺ ഓക്സൈഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ റിഫ്ലക്റ്റൻസ് കുറക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇൻ ദി വിസിബിൾ റീജിയൻ ഓഫ് ദി വേവ് ലെങ്ത്. വിസിബിൾ റീജിയനിൽ എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിഫ്ലക്റ്റൻസ് കുറക്കുന്നുണ്ട്. ഇനിയുള്ളത് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഫോർ വാട്ടർ ആണ്. വാട്ടർ ഇൻ സോയിൽ വെജിറ്റേഷൻ ഓർ വാട്ടർ ബോഡീസ് അബ്സോർബ് റേഡിയേഷൻ അറ്റ് നിയർ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് ഏത്, നിയർ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്തിൽ. സ്ട്രോങ് അബ്സോർപ്ഷൻ ബാൻഡ്സ് അറ്റ് 1.4, 1.9, 2.7. വാട്ടർ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് ഏത് ബാൻഡാണ്, 1.4, 1.9 and 2.7 മൈക്രോമീറ്റർ ആണ്. Reflectance from water bodies can stem from the interaction with the water surface. Specular reflection ഉണ്ടാവാം. The material suspended in the water and the bottom of the water body. അപ്പോൾ റിഫ്ലക്റ്റൻസ് ഉണ്ടാവുന്നത് ഒന്ന് സ്പെക്കുലാർ റിഫ്ലക്ഷൻ ആവാം. നമ്മൾ സ്പെക്കുലാർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മിറർ ടൈപ്പ് റിഫ്ലക്ഷൻ ആവാം, അല്ലെങ്കിൽ മെറ്റീരിയൽ സസ്പെൻഡ്, ആ വാട്ടറിലുള്ള മെറ്റീരിയൽ സസ്പെൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, റിഫ്ലക്ഷൻസ് സംഭവിക്കാം, അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് പോകാം. ഈ 3 തരത്തിലുള്ള റിഫ്ലക്ഷനാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ബോഡീസിൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ക്ലിയർ വാട്ടർ അബ്സോർബ് റിലേറ്റീവ്ലി ലിറ്റിൽ എനർജി വിത്ത് വേവ് ലെങ്ത് ലെസ് ദാൻ 0.6 മൈക്രോമീറ്റർ. അപ്പോൾ വേവ് ലെങ്ത് 0.6 മൈക്രോമീറ്ററിനേക്കാളും കുറവുള്ള വേവ് ലെങ്ത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ, കുറച്ച് എന്ത് ചെയ്യുന്നുള്ളൂ, അബ്സോർപ്ഷനെ നടക്കുന്നുള്ളൂ. Resulting in high transmission in blue-green portion of the spectrum. ബ്ലൂ-ഗ്രീൻ പോർഷന് കൂടുതലായിട്ട് എന്താണ് ചെയ്യുന്നത്, അബ്സോർപ്ഷൻ അല്ല നടക്കുന്നത്, ട്രാൻസ്മിറ്റൻസ് ആണ് നടക്കുന്നത്. ആസ് ദ ടർബിഡിറ്റി ഓഫ് വാട്ടർ ചേഞ്ചസ് ദ റിഫ്ലക്റ്റൻസ് ചേഞ്ചസ് ഡ്രമാറ്റിക്കലി. ടർബിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രമാറ്റിക്കായിട്ട് മാറ്റം വരുന്നുണ്ട്. ഇൻക്രീസ് ഇൻ ക്ലോറോഫിൽ കോൺസെൻട്രേഷൻ ടെൻസ് ടു decrease the reflectance blue wavelength and increase in the green wavelength. അപ്പോൾ ക്ലോറോഫിൽ, വാട്ടറിൽ എന്തെങ്കിലും പച്ചപ്പുണ്ടെങ്കിൽ, ക്ലോറോഫിൽ പ്രസൻസ് ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഗ്രീൻ വേവ് ലെങ്ത്തിൽ അതിൽ കൂടുതൽ റിഫ്ലക്ഷൻ നടക്കും. അതുപോലെ തന്നെ ബ്ലൂ വേവ് ലെങ്ത്ത്, അതുപോലെ തന്നെ റെഡ് വേവ് ലെങ്ത്തിൽ കൂടുതൽ അബ്സോർപ്ഷനാണ് എന്ത് ചെയ്യാൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ കൂടുതലായിട്ട് ഒരു വാട്ടർ ബോഡിയിൽ ആൽഗെ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ക്ലോറോഫിലുള്ള ആൽഗെ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലൂ ഗ്രീൻ ആൽഗെ ഒക്കെ ഉണ്ടെങ്കിൽ, ക്ലോറോഫിൽ കണ്ടൻ്റുള്ള ബ്ലൂ ഗ്രീൻ ആൽഗെ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രീൻ ബാൻഡിൽ അത് കൂടുതൽ റിഫ്ലക്ഷൻ നടക്കും. റെഡ് ബാൻഡ് അല്ലെങ്കിൽ ബ്ലൂ ബാൻഡിലൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ അബ്സോർപ്ഷനാണ് നടക്കുന്നുണ്ടാവുക. ഇപ്പോൾ സോളിഡ്സ്, അതിൽ വരുന്ന ടോട്ടൽ സോളിഡ്സിനനുസരിച്ചുള്ള റിഫ്ലക്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോളിഡ്സ്, ടോട്ടൽ സോളിഡ്സ് ഇൻക്രീസ് ചെയ്താൽ ഈ 0.6 to 0.7 എന്ത് വരുന്നുണ്ട്, കൂടുതൽ റിഫ്ലക്റ്റൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്റ്റൻസ് 0.4 to 0.7 മൈക്രോമീറ്ററിൽ ടോട്ടൽ സോളിഡ്സിനനുസരിച്ച് എന്താ നടക്കുന്നത്, റിഫ്ലക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സോളിഡ്സ് കൂടുമ്പോൾ റിഫ്ലക്റ്റൻസ് എന്താണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 0.7 ശേഷം എന്താണ് ചെയ്യുന്നത്, 0.7 മൈക്രോമീറ്റർ, 0.7 അടുത്തുള്ള മൈക്രോമീറ്ററിന് ശേഷം റിഫ്ലക്റ്റൻസ് എന്താണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.